Good morning, students. Adutha university question idana. Show that the line integral of c y sin x dx minus cos x dy is independent of the path, and hence evaluate it from 0, 1 and pi minus 1. ഇത് ഏപ്രിൽ 2018 5 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ട് 2015 സ്കീമിലെ സ്റ്റുഡൻസിനോട് ചോദിച്ചതാണ്. അപ്പൊ ഈ ഒരു പ്രോബ്ലം നമുക്ക് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടതാണ് ലൈൻ ഇന്റഗ്രൽ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത് തെളിയിക്കണം. അതിനുശേഷം നമുക്ക് ഇത് ഇവാലുവേറ്റ് ചെയ്യണം. ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ലൈൻ ഇന്റഗ്രൽ സി y sin x dx മൈനസ് cos x dy. ഇവിടെ നമ്മൾ f എന്നുള്ളത് എന്ത് എടുക്കണം? y sin x into I minus cos x into j. അതുപോലെ dr എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? dr എന്ന് പറഞ്ഞാൽ xi plus y. അപ്പോ ഇന്റഗ്രൽ ഓഫ് സി f dot dr എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റഗ്രൽ ഓഫ് സി y sin x into I minus cos x into dy dot dxi. dr എന്ന് പറഞ്ഞാൽ dxi dy dxi plus dy. നമ്മൾ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എത്രയും നോക്കിയേ. ഇന്റഗ്രൽ ഓഫ് സി ഡോട്ട് എടുക്കുമ്പോൾ y sin x dx മൈനസ് cos x dy നമുക്ക് കിട്ടുന്നതാണ് ഇന്റഗ്രൽ ഓഫ് സി f dot dr. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യും വരുമ്പോ നമ്മൾ ആദ്യം എന്താ മനസ്സിലാക്കേണ്ടത്? ഇന്റഗ്രൽ ഓഫ് സി y sin x dx മൈനസ് cos x dy എന്നുള്ള ലൈൻ ഇന്റഗ്രൽ എങ്ങനെയാണ് വരുന്നത്? വെക്ടർ f എന്നുള്ളത് y sin x I മൈനസ് cos x j. അതുപോലെ dr വെക്ടർ r എന്ന് പറഞ്ഞാൽ എന്താണ്? വെക്ടർ r എന്ന് പറഞ്ഞാൽ xi പ്ലസ് yj എന്നാണ്. അതിന് നമ്മൾ dr എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നത്? dxi പ്ലസ് dyj എന്ന് കിട്ടും അല്ലെ? അപ്പൊ dr എന്നുള്ളത് dxi പ്ലസ് dyj. അതിനുശേഷം നമ്മൾ f dot dr y sin x I മൈനസ് cos x into dy dot dxi പ്ലസ് dyj. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? y sin x dx മൈനസ് cos x dy. അപ്പൊ ഇങ്ങനെ ഒരു പ്രോബ്ലം നമുക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമ്മൾ വെക്ടർ എഫ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. വെക്ടർ എഫ് എന്താണ്? വെക്ടർ എഫ് എന്ന് പറയുന്നത് y sin x into I മൈനസ് cos x into j. ഇതാണ് നമ്മൾ ആദ്യം ഇവിടെ മനസ്സിലാക്കി വെക്കേണ്ടത്. വെക്ടർ എഫ് എന്ന് പറഞ്ഞാൽ y sin x into I മൈനസ് cos x into j. ഇത് എങ്ങനെയാണ് കിട്ടിയത്? നമ്മൾ ഇന്റഗ്രൽ f dot dr ഈ വെക്ടർ എഫ് ഇതും dr കൂടി ഡോട്ട് കൊണ്ട് കിട്ടുന്ന ആൻസർ ആണ് y sin x dx മൈനസ് cos x dy. അപ്പൊ ഇതിൽ നിന്ന് ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? വെക്ടർ എഫ് കണ്ടുപിടിച്ചു. വെക്ടർ എഫ് കണ്ടുപിടിച്ചതിന് ശേഷം ഈ ലൈൻ ഇന്റഗ്രലിലെ ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത് എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഡെൽ ക്രോസ് എഫ് കാണും. കേൾ എഫ് കണ്ടുപിടിക്കുക. കേൾ എഫ് കണ്ടുപിടിക്കുമ്പോൾ കേൾ എഫിന്റെ വാല്യൂ 0 കിട്ടുകയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദ ലൈൻ ഇന്റഗ്രൽ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത്. അപ്പൊ അടുത്ത പ്രൊസീജിയർ നമ്മൾ ചെയ്യാൻ പോണത് എന്താണ്? ഇതിന് അടുത്തായിട്ട് ചെയ്യാൻ പോണത് ഡെൽ ക്രോസ് എഫ് കണ്ടുപിടിക്കാൻ. അപ്പൊ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്തു? തന്നിരിക്കുന്ന ലൈൻ ഇന്റഗ്രലിൽ നിന്ന് നമ്മൾ വെക്ടർ എഫ് കണ്ടുപിടിച്ചു. വെക്ടർ എഫ് കണ്ടുപിടിച്ചതിന് ശേഷം ഇനി നമ്മൾ ലൈൻ ഇന്റഗ്രലിലെ ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത് എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് ഡെൽ ക്രോസ് എഫ് കണ്ടുപിടിക്കുക. ഡെൽ ക്രോസ് എഫ് കാണാനുള്ള ഫോർമുല എന്താണ്? I J K. Then ഇവിടെ ഡോ ബൈ ഡോ എക്സ്, ഡോ ബൈ ഡോ വൈ, ഡോ ബൈ ഡോ എക്സ്. Then ഇവിടെ നമുക്ക് എന്ത് എഴുതാം? y sin x. ഇവിടെ നമുക്ക് എന്ത് എഴുതാം? മൈനസ് cos x. ഇവിടെ നമുക്ക് എന്ത് എഴുതാം? 0. Then I ഇവിടെ ഡോ ബൈ ഡോ വൈ ഇത് 0 ആണ്. ഡോ ബൈ ഡോ എക്സ് ഇത് 0 ആണ്. മൈനസ് j ഇൻറ്റു നമ്മുടെ കോളം ഈ റോ ഒഴിവാക്കിയപ്പോൾ ഡോ ബൈ ഡോ എക്സ് 0 ആണ്. ഡോ ബൈ ഡോ എക്സ് ഇത് 0 പ്ലസ് k ഇൻറ്റു ഈ കോളം റോ ഒഴിവാക്കി കഴിയുമ്പോൾ ഡോ ബൈ ഡോ എക്സ് എന്നാണ് മൈനസ് cos x. മൈനസ് cos x എന്ന് പറയുമ്പോൾ cos x നെ നമ്മൾ x വെച്ച് പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ മൈനസ് മൈനസ് ഡോ ബൈ ഓഫ് y sin x എന്ന് പറഞ്ഞാൽ എന്താണ്? That is first term 0 ആയി, second term 0 ആയി, third term k into ഇവിടെ മൈനസ് into മൈനസ് sin x ആണ്. sin x minus sin x, therefore this is equal to 0. അപ്പോൾ del cross f നമുക്ക് എന്ത് കിട്ടി? del cross f 0.
ഡെൽ ക്രോസ് ഓഫ് 0 ആണെങ്കിൽ നമ്മൾ കൺക്ലൂഷൻ എന്താണ്? ദ ഗിവൺ ലൈൻ ഇന്റഗ്രൽ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത്. Therefore the line integral is the line integral is independent of path. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ കഴിക്കും. ലൈൻ ഇന്റഗ്രൽ ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത് എന്ന് പ്രൂവ് ചെയ്തു. ഇനി ഡെൽ ക്രോസ് ഓഫ് 0 ആണെങ്കിൽ നമുക്ക് ഇറ്റ് ആൾസോ ഷോസ് ദാറ്റ് ഇറ്റ് ഈസ് കൺസർവേറ്റീവ്. ഇത് കൺസർവേറ്റീവ് ആണെന്ന് പറയാം. അപ്പൊ ലൈൻ ഇന്റഗ്രൽ ഇൻഡിപെൻഡന്റ് ആണ് നമ്മൾ പ്രൂവ് ചെയ്തു. അടുത്ത സ്റ്റേജിൽ നമ്മൾ ചെയ്യാൻ പോണത് എന്താണ്? അടുത്ത സ്റ്റേജിൽ ചെയ്യാൻ പോണത് ഇതിന്റെ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ലൈൻ ഇന്റഗ്രൽ ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത് ആണ്, അതുപോലെ കൺസർവേറ്റീവ് ആണ് എങ്കിൽ നമുക്ക് എഫ് എന്നുള്ളത് ഡെൽ ഫൈ ആണ്. എഫ് എന്ന് പറഞ്ഞാൽ ഗ്രേഡിയന്റ് ഓഫ് ദ ഫീൽഡ്. എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രേഡിയന്റ് ഓഫ് ദ ഫീൽഡ്. എഫ് കാൽക്കുലേറ്റഡ് ആസ് ഗ്രേഡിയന്റ്. എഫ് ഈസ് ഈക്വൽ ടു ഡെൽ ഫൈ. അടുത്ത നമുക്ക് നെക്സ്റ്റ് ഇവാലുവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ എഫ് എന്നുള്ളത് ഡെൽ ഫൈ. അപ്പൊ അങ്ങനെ എഴുതുമ്പോ y sin x into i minus cos x into j is del phi എന്ന് പറഞ്ഞാൽ ഗ്രേഡിയന്റ് ഓഫ് ദ ഫീൽഡ് ആണ്. അതെന്താണത്? i dou phi by dou x plus j dou phi by dou y plus k dou phi by dou x. അപ്പൊ രണ്ടാമത്തെ സ്റ്റേജില് നമുക്ക് രണ്ടാമത്തെ അത് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ലൈൻ ഇന്റഗ്രൽ ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത് എന്ന് പ്രൂവ് ചെയ്തു. അതിന് എന്ത് ചെയ്തു? ഡെൽ ക്രോസ് ഓഫ് 0 എന്ന് കിട്ടി. അങ്ങനെ ഡെൽ ക്രോസ് ഓഫ് 0 ആണെങ്കിൽ ലൈൻ ഇന്റഗ്രൽ ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത് ആണ്, അതോടൊപ്പം തന്നെ അത് കൺസർവേറ്റീവ് ആണ്. അങ്ങനെ കൺസർവേറ്റീവ് ആണെങ്കിൽ വി ക്യാൻ എക്സ്പ്രസ് വെക്ടർ എഫ് ഈസ് ഈക്വൽ ടു ഡെൽ ഫൈ. വെക്ടർ എഫ് എന്ന് പറഞ്ഞാൽ ഗ്രേഡിയന്റ് ഓഫ് ദ ഫീൽഡ്. ഡെൽ ഫൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രേഡിയന്റ് ഓഫ് ദ ഫീൽഡ്. അപ്പൊ കൺസർവേറ്റീവ് ആയതുകൊണ്ടാണ് നമ്മൾ ഇതിനെ കിട്ടുന്നത്. അതിനുശേഷം എന്ത് ചെയ്യണം? നമ്മൾ കോഎഫിഷ്യൻസ് ഇൻക്രീറ്റ് ചെയ്യണം. കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് y sin x i minus cos x into j is equal to ഇവിടെ i j ഉള്ളതുകൊണ്ട് ഇത് നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല. i j മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് k യുടെ പോർഷൻ ഇവിടെ എഴുതേണ്ട ആവശ്യമില്ല. ഇനി കോഎഫിഷ്യൻസ് കമ്പയർ ചെയ്യുമ്പോൾ dou phi by dou x നമുക്ക് എന്താ കിട്ടുന്നത്? y sin x. dou phi by dou y നമുക്ക് എന്താ കിട്ടുന്നത്? minus cos x. ഇനി എന്ത് ചെയ്യണം? ഈ dou phi by dou x equal to y sin x നെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു x. x വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ 5 കിട്ടും. ഇവിടെ നമുക്ക് എന്ത് കിട്ടും? മൈനസ് y. കണ്ടോ? sin x നെ ഇന്റഗ്രേറ്റ് ചെയ്യും. മൈനസ് cos x ആണ്. അപ്പോൾ y into minus cos x 5 cos x plus 0. ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴോ 5 is equal to നമ്മൾ y വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മൈനസ് y cos x plus 0. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്കെയിലർ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്. അപ്പൊ സ്കെയിലർ പൊട്ടൻഷ്യൽ നമുക്ക് കിട്ടി. സ്കെയിലർ പൊട്ടൻഷ്യൽ എന്താണ്? ഫൈ എന്ന് പറയുന്നത് എന്താണ്? y phi is equal to minus y cos x plus. ഇതാണ് നമുക്ക് സ്കെയിലർ പൊട്ടൻഷ്യൽ കണ്ടുപിടിച്ചത്. രണ്ടാമത്തെ സ്റ്റേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എഫ് ഈസ് ഈക്വൽ ടു ഡെൽ ഫൈ എന്ന് എഴുതി. അതിനെ കമ്പയർ ചെയ്തു, അതിനെ ഇന്റഗ്രേറ്റ് ചെയ്തു. ആദ്യത്തെ dou phi by dou x x വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്തു. dou phi by dou y നെ y വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്തു. രണ്ട് നമുക്ക് ഒന്നിനെയാണ് കിട്ടിയത്, അതുകൊണ്ട് ഒരു പ്രാവശ്യം എഴുതുന്നു. ഇതാണ് ഫൈ. ഇനി നമുക്ക് ഇത് ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ ബൈ യൂസിങ് ഫണ്ടമെന്റൽ തിയറം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഫണ്ടമെന്റൽ തിയറം ഉപയോഗിച്ച് ഇന്റഗ്രൽ ഓഫ് സി എഫ് ഡോട്ട് ഡി ആർ ഇസ് ഈക്വൽ ടു നമ്മുടെ ഫോർമുല ഇതാണ്. pi of x1 y1 minus pi of x0 y0. ഇത് x1 y1 എന്നുള്ളത് 0 1 എന്നുള്ള പോയിന്റ് എടുക്കാം. x0 y0 എന്നുള്ളത് pi minus 1 എടുക്കാം. അതിനുശേഷം അത് ഇവാലുവേറ്റ് ചെയ്യാം. ഇങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത് നോക്കാം. That is നമുക്ക് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? ഇവിടെ ഫൈ എന്ന് പറഞ്ഞത് എന്താണ്? മൈനസ് y cos x. സി എഴുതേണ്ട ആവശ്യമില്ല. ഹോൾ റൈസ് ടു ഇവിടെ നമുക്ക് മൈനസ് y cos x ലോവർ ലിമിറ്റ് എത്രയാണ്? 0 1 ആണ്. ലോവർ ലിമിറ്റ് ഫ്രം 0 1 to pi minus 1. അപ്പൊ മുകളിലത്തെ ലിമിറ്റ് pi minus 1. ഇത് ഇവാലുവേറ്റ് ചെയ്യാം. അപ്പൊ മൈനസ് y cos x ആണ് നമ്മുടെ സ്കെയിലർ പൊട്ടൻഷ്യല്. ആ സ്കെയിലർ പൊട്ടൻഷ്യലില് നമ്മള് ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കുക. അപ്പർ ലിമിറ്റ് pi minus 1 എന്ന് കൊടുക്കുക. രണ്ടാമത് ലോവർ ലിമിറ്റ് കൊടുക്കുക. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ എക്സിന് പകരം പൈ കൊടുക്കുക. അപ്പൊ മൈനസ്
വൈക്ക് വരെ -1 കോസ് ഫൈ എന്ന് പറയുന്നത് എത്രയാ -1. അപ്പൊ നമ്മൾ അപ്പർ ലിമിറ്റ് കൊടുത്തു. അപ്പർ ലിമിറ്റ് കൊടുക്കുന്നത് എങ്ങനെയാണ്? ഇവിടെ -ന്റെ വൈക്ക് നമ്മൾ -1 കൊടുത്തു. കോസ് ഫൈ എന്ന് പറഞ്ഞാൽ -1 ആണ്. ദെൻ മൈനസ് ഈ ലോവർ ലിമിറ്റ് കൊടുത്താൽ ലോവർ ലിമിറ്റ് എക്സിന് 0 കൊടുക്കുന്നു. അപ്പൊ കോസ് 0, വൈക്ക് 1 കൊടുക്കുന്നു. അപ്പൊ മൈനസ്. അപ്പൊ വൈക്ക് വരെ നമ്മൾ എന്ത് കൊടുത്തു? 1 കൊടുത്തു. കോസ് 0 എത്രയാണ്? 1. ഇത് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. 3 മൈനസ് ഉണ്ട്. അപ്പൊ 1 വരും. ഇവിടെ എന്താണ്? നമുക്ക് മൈനസ്, ഇവിടെ 3 മൈനസ് ഉള്ളപ്പോൾ മൈനസ് വരും. ഇവിടെ +1 വരും. അപ്പൊ ആൻസർ വിൽ ബി 0. അപ്പൊ നമുക്ക് ഇതിന്റെ ഫൈനൽ ആൻസർ, ഇവാലുവേഷൻ ആൻസർ എത്രയാണ്? 0 എന്നാണ് നമുക്ക് ഇതിന്റെ ആൻസർ. അപ്പൊ ഇവിടെ ഈ ഒരു പ്രോബ്ലം നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് നമ്മൾ എന്താണ് ചെയ്തത്? ആദ്യം തന്നെ ഈ ലൈൻ ഇന്റഗ്രലിൽ നിന്നും വെക്ടർ എഫ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. വെക്ടർ എഫ് ഐഡന്റിഫൈ ചെയ്യാനുള്ള മാർഗം എന്താണ്? ഇന്റഗ്രൽ ഓവർ സി വൈ സൈൻ എക്സ് ഡി എക്സ് മൈനസ് കോസ് എക്സ് ഡി വൈയിൽ നിന്ന് വെക്ടർ എഫ് ഐഡന്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ എന്നാണ്. ഡി ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡി എക്സ് ഐ പ്ലസ് ഡി വൈ. അത് നമ്മൾ ഈ ഡി എക്സിന്റെയും ഡി വൈയുടെയും കോഎഫിഷ്യന്റ് കൊടുത്ത് അത് ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ലൈൻ ഇന്റഗ്രൽ. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും വെക്ടർ എഫ് എന്ന് പറയുന്നത് എന്താണ്? വെക്ടർ എഫ് എന്ന് പറയുന്നത് വൈ സൈൻ എക്സ് ഐ മൈനസ് കോസ് എക്സ് ഡി. അങ്ങനെ വെക്ടർ എഫ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജിൽ നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഡെൽ ക്രോസ് എഫ് കണ്ടുപിടിക്കുക. ഡെൽ ക്രോസ് എഫ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എന്ത് ആൻസർ കിട്ടും? 0 കിട്ടും. ഡെൽ ക്രോസ് എഫ് 0 അല്ലെങ്കിൽ കേൾ ഓഫ് 0 ആണെങ്കിൽ നമ്മുടെ കൺക്ലൂഷൻ എന്താണ്? ലൈൻ ഇന്റഗ്രൽ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത്. ലൈൻ ഇന്റഗ്രൽ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത് മാത്രമല്ല, ഇത് കൺസർവേറ്റീവുമാണ്. അങ്ങനെ കൺസർവേറ്റീവ് ആണെങ്കിൽ നമുക്ക് എഫ് എന്നുള്ളത് എഴുതാം ഡെൽ ഫൈ എന്ന് എഴുതാം. എഫ് എന്നുള്ളത് ഡെൽ ഫൈ എന്ന് എഴുതാം. അപ്പൊ എഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് വൈ സൈൻ എക്സ് മൈനസ് കോസ് എക്സ് ജെ. ഡെൽ ഫൈ എന്ന് പറയുന്നത് എന്താണ്? ഗ്രേഡിയന്റ് ഓഫ് ദ ഫീൽഡ്. ഇത് കൺസർവേറ്റീവ് ആയതുകൊണ്ടാണ് വെക്ടർ എഫ് ഗ്രേഡിയന്റ് ഓഫ് ദ ഫീൽഡ് ആയിട്ട് മാറുന്നത്. അപ്പൊ എഫ് ഈക്വൽ ഡെൽ ഫൈ. അപ്പൊ നമ്മൾ എഫിന്റെ വാല്യൂ എഴുതുന്നു. ഡെൽ ഫൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ ഡോ ഫൈ ബൈ ഡോ എക്സ് പ്ലസ് ജെ ഡോ ഫൈ ബൈ ഡോ. ഇവിടെ നമുക്ക് ഇസഡിന്റെ കേസ് ഇല്ലാത്തതുകൊണ്ട് കെ എഴുതുന്ന ആവശ്യം. ഇനി നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഡോ ഫൈ ബൈ ഡോ എക്സും കിട്ടും, ഡോ ഫൈ ബൈ ഡോ വൈയും കിട്ടും. ഡോ ഫൈ ബൈ ഡോ എക്സ് നമ്മൾ എക്സ് വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഡോ ഫൈ ബൈ ഡോ വൈനെ വൈ വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പൊ എക്സ് വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 5 കിട്ടും. വൈ വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വൈ വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ രണ്ടാമത്തെ കേസിൽ 5. രണ്ടും ഒന്ന് തന്നെയാണ്. therefore 5 എന്നുള്ള എന്തായിട്ട് എഴുതും? മൈനസ് വൈ കോസ് എക്സ് പ്ലസ് സി. ആദ്യത്തെ ടേമിൽ മൈനസ് വൈ കോസ് എക്സ് പ്ലസ് സി ആണ്. രണ്ടാമത്തെ കേസിലും മൈനസ് വൈ കോസ് എക്സ് പ്ലസ് സി ആണ്. എക്സ് വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴും വൈ വെച്ച് രണ്ടും ഒന്നാണ്. അപ്പോൾ ക്ലാസ് എഴുതുക. അതാണ് ആൻസർ. ഇനി ഫണ്ടമെന്റൽ തിയറി ഉപയോഗിച്ച് ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ എന്നുള്ളത് ഫൈ ഓഫ് x1 y1 മൈനസ് ഫൈ ഓഫ് x2 y2. ഫൈ ഓഫ് x1 y1 മൈനസ് ഫൈ ഓഫ് x2 y2. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഈ മൈനസ് വൈ കോസ് എക്സില് അപ്പർ ലിമിറ്റ് പൈ -1 കൊടുക്കുക, ലോവർ ലിമിറ്റ് 0 കൊടുക്കുക. അപ്പർ ലിമിറ്റ് പൈ -1 എന്നുള്ള എക്സിന്റെ സ്ഥാനത്ത് പൈ കൊടുക്കുക, വൈയുടെ സ്ഥാനത്ത് -1 കൊടുക്കുക. അപ്പൊ കോസ് പൈ എന്ന് പറഞ്ഞാൽ -1 ആണ്. വൈയുടെ സ്ഥാനത്ത് -1 കൊടുക്കുക. ഒരു മൈനസ് ഇവിടെ ഉണ്ട്. മൈനസ് 3 മൈനസ്. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോഴോ നമ്മൾ എക്സിന് 0 കൊടുക്കുമ്പോൾ കോസ് 0 1 വരും. വൈക്ക് നമ്മൾ 1 കൊടുക്കുമ്പോൾ എത്ര വരും? -1 വരും. അപ്പൊ ഇത് സിംപ്ലിഫൈ ചെയ്യാം. -1 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. therefore നമുക്ക് ഇതിന്റെ ആൻസർ എത്ര കിട്ടിയത്? 0 എന്ന് കിട്ടിയത്. ഇത് ഏത് വർഷം ചോദിച്ചതാണ്? ഏപ്രിൽ 2018 5 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ട് 2015 സ്കീമിന്റെ സ്റ്റുഡൻസിനോട് ചോദിച്ചതാണ്. അപ്പൊ എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ. ഓക്കെ.